മീനുകളും മാമകളും കരകടിഞ്ഞു. ഒടുവിൽ മ്യാൻമർ തന്നെ നിലം പതിച്ചു. ഭൂമിക്കിനി സംഭവിക്കാൻ പോകുന്നത് കണക്കുകൂട്ടലുകളെ പോലും മറികടക്കുന്ന നിഗൂഢ ദുരന്തങ്ങൾ. മ്യാൻമറിൽ നടന്ന അതിശക്തമായ ഭൂമികുലുക്കത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. 7.7 റിക്ടർ തീവ്രതയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 150-ലേറെ ആളുകൾ മ്യാൻമറിൽ തന്നെ മരണപ്പെട്ടു. ഈ അടുത്ത് ഭൂമി തന്നെ നമുക്ക് പല സൂചനകളും ഭൂമിയുടെ അപകടത്തെക്കുറിച്ച് തന്നിരുന്നു. ഇതെല്ലാം പല ഗ്രന്ഥങ്ങളിലായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ച് വെച്ചതുമായിരുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒന്നടക്കം ചർച്ചാ വിഷയമായിരുന്ന ഡൂംസ്ഡേ ഫിഷ് അല്ലെങ്കിൽ ഓർഫിഷ്, ഇതിൻ്റെ വരവിനെക്കുറിച്ച് പല നിഗൂഢതകളും ആളുകൾ ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ ആ വാദങ്ങൾ ചിലർ തള്ളിക്കളഞ്ഞു എങ്കിലും അതിനെയെല്ലാം ഒരു ഉത്തരമായിട്ടാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യപ്രകാശം ഒരിക്കലും എത്താത്ത ആഴത്തിൽ 2 നിഗൂഢ ജീവികൾ മറഞ്ഞിരിക്കുന്നു. അത്യപൂർവം അത്യവിരളമായി കണ്ടുവരുന്ന ഈ മത്സ്യങ്ങൾ അവരുടെ പ്രത്യക്ഷത തന്നെ ഒരു അനർത്ഥത്തിൻ്റെ മുന്നറിയിപ്പായി കരുതപ്പെടുന്നു. ഇവയാണ് ഓർഫിഷ് ആൻഡ് ആംഗ്ലർ ഫിഷ്, നിഗൂഢതയുടെ ദൂതന്മാർ എന്ന് അറിയപ്പെടുന്നു. 2010-11 കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ഈ മീന് കരകടിഞ്ഞിരുന്നു. ജപ്പാനിൽ ഈ മീനിന് വേറൊരു പേര് തന്നെയുണ്ട്, റിഗ്യുനൗസുക്കായ്, അതായത് മെസ്സഞ്ചർ ഫ്രം സീ ഗോഡ് ഫ്രം പാലസ്. കടൽ ദേവനിൽ നിന്നും വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശവിനിമയ മീന്. അതിൻ്റെ വരവിന് ശേഷം ഭൂമി അപകടത്തിലാണ് എന്നതാണ് അവർ വാദിക്കുന്നത്. ആദ്യമെല്ലാം ഇതിന് ആളുകൾ തള്ളിക്കളഞ്ഞിരുന്നു എങ്കിലും ഇതിൻ്റെ വരവിന് ശേഷം ഇത് ഭൂമിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചിരുന്നു. അവസാനമായി ഈ മീനിനെ 2010-11 ജപ്പാനിൽ വെച്ചാണ് കാണപ്പെടുന്നത്. ആളുകൾ അതിൻ്റെ വരവിനെ ഭീതിയോടെ ഉറ്റുനോക്കി. വിശ്വാസികളെല്ലാം എന്തോ വലിയ ദുരന്തം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു പരത്തി. ജപ്പാനെ തന്നെ ആ മീന് ഒരു ദുരന്തത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. സമുദ്രത്തിലെ ഏറ്റവും നീളം കൂടിയ ബോണി ഫിഷ്, ഒരു വെള്ളി മിനുക്കമുള്ള നീണ്ട ശരീരം, ചിലപ്പോൾ 11 മീറ്റർ വരെ നീളമുണ്ടാകാം. എന്നാൽ ഇതിൻ്റെ ഭയാനക സത്യം, ഇത് സാധാരണയായി കിലോമീറ്ററോളം ആഴത്തിലുള്ള സമുദ്രത്തിൽ മാത്രമേ ജീവിക്കൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കരക്കടുത്ത് വരുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലോകത്തെ ഉത്തരമില്ലാത്ത ഭയാനതയിലേക്ക് തള്ളിയിടുന്നത്. ശാസ്ത്രം പറയുന്നത് ഭൂചലനങ്ങൾക്ക് മുമ്പായി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇത് പുറത്തു വരുന്നു. അതൊരു പ്രകൃതിക്ഷോഭത്തിൻ്റെ സൂചനയാകാമെന്നും അവർ വിശ്വസിക്കുന്നു. അതെങ്ങനെയെന്നാൽ കടലിനടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കടലിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ആ മീനുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. പക്ഷേ ഓർഫിഷ് മാത്രമല്ല വില്ലനായിക്കൊണ്ട് ആംഗ്ലർ ഫിഷുമുണ്ട്. ആയക്കടലിലെ മറ്റൊരു ഭീതിജനകമായ ജീവിയാണിത്. ഇത് 1500 മുതൽ 3000 മീറ്റർ വരെ ആഴത്തിൽ മാത്രം കാണപ്പെടുന്നു. അതിൻ്റെ തലയിൽ തിളങ്ങുന്ന പ്രകാശമുള്ള ഒരു തുണ്ട് വെളിച്ചം ഉപയോഗിച്ച് ഇരയെ ആകർഷിക്കാറുണ്ട്. എന്നാൽ അത്ര ആഴങ്ങളിൽ വസിക്കുന്ന ആ മീന് തീരങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്ന് ഗ്രന്ഥങ്ങൾ വരെ വ്യക്തമാക്കുന്നു. 2010-11 വർഷക്കാലം ജപ്പാനിൻ്റെ പല ഭാഗങ്ങളിലായി ഓർഫിഷിൻ്റെ സാന്നിധ്യം കണ്ടു തുടങ്ങി. ഓരോ കാഴ്ചയും അത്രയധികം അവരുടെ ഉള്ളിൽ ഭയം നിറച്ചു തുടങ്ങി. കടലിൻ്റെ ഓരോ തിരമാലയും അവരെ ഭയത്തോടെ ഉറ്റുനോക്കി. മത്സ്യബന്ധനത്തിനായി പുറപ്പെടുന്ന ബോട്ടുകൾ വരെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വണ്ടി തിരിക്കാൻ ഭയപ്പെട്ട കാലം. അങ്ങനെ 2011 മാർച്ച് 11 കടലിൻ്റെ ഉരമ്പുന്ന ശബ്ദം ജപ്പാനിൻ്റെ തീരദേശങ്ങളിലെ ഉറക്ക് കെടുത്തി തുടങ്ങി. വീശിയടിക്കുന്ന കാറ്റ് അവിടുത്തെ വീടുകളിലെ മേൽക്കൂരകളെ പ്രകമ്പനത്തോടെ ഏറ്റെടുക്കാൻ ആരംഭിച്ചു. ആളുകൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. 4 ദിക്കിലേക്കും അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി അവർ ഓടാൻ ആരംഭിച്ചു. അതെ, പ്രതീക്ഷകൾ ഒരിഞ്ച് തെറ്റിക്കാതെ ജപ്പാനിലെ ഏറ്റവും ശക്തമായ പ്രകൃതിക്ഷോഭം 9.1 റിക്ടർ തീവ്രതയിൽ 40 മീറ്ററോളം ഉയരത്തിൽ സുനാമി ജപ്പാനിലേക്ക് പാഞ്ഞു കയറി. 20,000 പേരുടെ ജീവൻ ആ സുനാമി എടുത്തു. ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് ജപ്പാനിലൂടെ ഓർഫിഷ് ഒഴുകി നടന്നിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2023 തായ്വാനിലെ ഭൂചലനം നടന്നതും ഇതുപോലെ തന്നെ. മത്സ്യബന്ധനത്തിനായി തായ്വാനിലെ ഉൾക്കടലിലൂടെ പോയ ബോട്ട് പെട്ടെന്നൊരു നിമിഷം ഓർഫിഷിനെ കണ്ടു. ഭയത്തോടെ ഉറ്റുനോക്കുന്ന തൊഴിലാളികൾ കടലിൻ്റെ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കി വണ്ടി കരയിലേക്ക് തിരിച്ചു. വീണ്ടും തായ്വാനിൽ സുനാമിയുടെ അന്തരീക്ഷം പടർന്നു തുടങ്ങി. തീരദേശ ജനങ്ങളെല്ലാം വീട് വിട്ടിറങ്ങി.
കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ തായ്വാനിൽ 7.4 റിക്ടർ തീവ്രതയിലുള്ള ഭൂചലനം അരങ്ങേറി. ഈ വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രം വീണ്ടും ആവർത്തിക്കുമ്പോൾ ആളുകളെല്ലാം ഉറ്റുനോക്കുന്നത് വീണ്ടും ഓർഫിഷിലേക്ക് തന്നെ. 2015 മാർച്ച് മ്യാൻമർ ഒരു വലിയ പ്രകൃതിക്ഷോഭത്തിന്റെ ഇരയാകുന്നു. ശക്തമായ ഭൂചലനം ഭൂമിയെ പിടിച്ചുകുലുക്കി. മ്യാൻമറിലെ ന്യൂജന സാങ്കേതിക കെട്ടിടങ്ങളെല്ലാം ആ കുലുക്കത്തിൽ ആടിയുലയുന്നത് സോഷ്യൽ മീഡിയയിൽ സ്ഥാനം പിടിച്ചു. 150-ലേറെ ആളുകളുടെ ജീവൻ ആ ദുരന്തം വിഴുങ്ങിക്കളഞ്ഞു. ബഹുനില കെട്ടിടങ്ങളെല്ലാം കാറ്റത്തിൽ പാറുന്ന മരത്തെപ്പോലെ ആടുകയായിരുന്ന ആ ദുരന്തങ്ങളെല്ലാം തന്നെ എത്തിച്ചേരുന്നത് വീണ്ടും കടലിലേക്ക് തന്നെ. ദിവസങ്ങൾക്ക് മുമ്പ് കടൽ തീരത്ത് ഓർഫിഷിനെ പിടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. എന്നാൽ ഇതിൻ്റെ ചരിത്രമുറങ്ങുന്ന ജപ്പാനിലേക്കോ തായ്വാനിലേക്കോ ആരും ശ്രദ്ധ ചെലുത്തിയില്ല. കാണാൻ ആകർഷണീയമായ ഈ മീനിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയാനതകൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ സമയമെടുത്തു എന്ന് പറയാം. ഉൾക്കടലിൽ നിന്നും നിഗൂഢമായ ജീവികളുടെ വരവിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. അതിൽ ലെവ്യഥാനും ഉൾപ്പെട്ടിരുന്നു. ലെവ്യഥാൻ എന്നത് ബൈബിളിൽ നിന്നും പ്രചരിതമായ ഒരു ചിഹ്നമാണ്. പ്രത്യേകിച്ച് യഹോവയുടെ പുസ്തകം ജോബ് 41 പറയുന്നു, ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ച് ലെവ്യഥാൻ ഒരു വലിയ സമുദ്രമൃഗം അല്ലെങ്കിൽ കടലിലെ വലിയ പാമ്പ് എന്ന രീതിയിൽ വിവരിക്കപ്പെടുന്നു. ഇത് ദുഷ്ടശക്തികൾ, ശത്രുവിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ അതിക്രമശക്തിയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമായി ഉപയോഗിക്കുന്നു. എല്ലാത്തരം കുഴപ്പത്തിൻ്റെയും ചിന്തകളുടെയും മനുഷ്യന് പോലും ഒരു പേര് നൽകാൻ കഴിയാത്ത ഒരു പ്രകൃതി. കടലിൻ്റെ ആഴത്തിൽ അനിയന്ത്രിതമായ പ്രപഞ്ചത്തിൻ്റെ ഇരുണ്ട ഭാഗത്തേക്ക് ഒരു സത്വം ഉയരുന്നു. അതാണ് ലെവ്യഥാൻ. ലെവ്യഥാൻ അധികാരത്തിൻ്റെ പ്രതീകം, പിശാചിൻ്റെ പ്രതീകം. അതിനാൽ അത് ദോഷത്തിൻ്റെ വികിരണമാണ്. കടലിൽ ഭീമമായ പാമ്പിൻ്റെ രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ശക്തി. അതിൻ്റെ ദേഹഭാഗം വളരെ ശക്തമായതും മുളപ്പുള്ള തിളങ്ങുന്ന മുള്ളുള്ള കഠിനമായ ചർമ്മം. ആ പാമ്പിൻ്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരൊറ്റ മുള്ള് അതിൻ്റെ ശക്തി എത്ര വലിയവനാണെന്ന് പറയുന്നു. ലെവ്യഥാൻ കടലിൻ്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ശക്തിയാണ്. എന്നാൽ അത് എത്ര വലുതായാലും അതൊരു പക്ഷേ ഒരു മുന്നറിയിപ്പായിരിക്കും. ആഴക്കടലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിഗൂഢ മീനുകളും ലെവ്യഥാൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നിഗൂഢതകൾ ഒളിച്ചിരിക്കുന്ന കടലിൻ്റെ യഥാർത്ഥതകൾ ഒരാൾക്കും പ്രവചിക്കാൻ കഴിയുന്നതല്ല. ഓർഫിഷിൻ്റെ ദുരന്ത മെസ്സേജ് ചരിത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടതുപോലെ ഇനിയൊരു ലെവ്യഥാൻ്റെ വരവ് ഒരു പക്ഷേ മീനുകളിൽ പ്രകടമായേക്കാം. 2025 കാത്തിരിക്കുന്ന ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾ പലരും പ്രവചിച്ചു കഴിഞ്ഞു. ഇതുപോലുള്ള ജീവികൾ നമുക്ക് പല മെസ്സേജുകളും വർഷങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അവസാനമായി LDA ഭാവനാശി ഒരു വലിയ ഭയാനതകൾ നിറഞ്ഞ മുന്നറിയിപ്പാണ് 2025 തന്നിരിക്കുന്നത്. 2025 ജലവായുവിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അതിൽ ഭീതി നിറക്കുന്നത് ഒരു പ്രദേശത്തിലെ വെള്ളം മുഴുവനും ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. സമുദ്രജലം സുനാമി പോലെ ഉയർന്ന് പല പ്രദേശങ്ങളും കടലെടുക്കും എന്നതും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓർഫിഷ് പോലുള്ള മീനുകളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണുന്നത് വരെ ഒരു ചെറിയ ബൈ.